ക്രിപ്റ്റോ സ്പേസിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ നമ്മുടെ ബിറ്റ് കോയിൻ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ എന്താണ് ബിറ്റ് കോയിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്നുള്ള കാര്യങ്ങളാണ്. ക്രിപ്റ്റോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ന്യൂസുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ അതിൽ സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നമ്മുടെ പേജിൽ ഇട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഇത് നോക്കണ്ട, 10 years ago today one bitcoin was worth $5. 10 വർഷങ്ങൾക്ക് മുൻപ് ബിറ്റ് കോയിൻ്റെ വില ഒരു $5 മാത്രമായിരുന്നു. മെയിൻ ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്: UAE plans to issue federal licenses for crypto service providers. UAE എന്ന് പറയുന്നത് നമുക്കറിയാം, ക്രിപ്റ്റോയിൽ യാതൊരു വിധത്തിലുള്ള ടാക്സോ റെഗുലേഷൻസോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കൺട്രിയാണ് UAE എന്ന് പറയുന്നത്. വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു നാഷനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പല ആളുകളും ഇന്ത്യ വിട്ട് ദുബായിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ നമ്മുടെ ക്രിപ്റ്റോ ടാക്സിൻ്റെ വീഡിയോയുടെ താഴെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ UAE സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, ക്രിപ്റ്റോ സർവീസ് പ്രൊവൈഡേഴ്സിന് അവരൊരു ഫെഡറൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പോവുകയാണ്. അവർ വളരെയധികം ക്രിപ്റ്റോ എന്ന് പറയുന്ന ടെക്നോളജീനെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഒരു അടുത്ത എൽ സാൽവദോർ ആവാനായിട്ട് ചാൻസ് ഉള്ള ഒരു കൺട്രിയാണ് UAE എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് UAEയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ഒരു റീലാണ്. അടുത്തതായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, യുക്രൈൻ പാസസ് എ ലോ ദാറ്റ് ലീഗലൈസസ് ബിറ്റ് കോയിൻ ആൻഡ് അതർ ക്രിപ്റ്റോ കറൻസീസ്. യുക്രൈൻ ക്രിപ്റ്റോ കറൻസിയും ബിറ്റ് കോയിനൊക്കെ ലീഗലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണോ അതോ നെഗറ്റീവായിട്ടുള്ള ന്യൂസാണോ? ഒരേ സമയം ഗുഡ് ന്യൂസുമാണ്, ഒരേ സമയം ബാഡ് ന്യൂസുമാണ്. ആദ്യം തന്നെ ഗുഡ് ന്യൂസ് എന്തുകൊണ്ടാണെന്ന് പറയാം. ഒരു രാജ്യം അവരുടെ രാജ്യത്ത് ബിറ്റ് കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസീസ് ലീഗലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ടാക്സ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും, ഒരു വശത്തുണ്ടായിരിക്കും. എന്നാൽ അത് അവർ ലീഗലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തുള്ള ആളുകൾക്ക് ക്രിപ്റ്റോയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അതിൽ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുമായിട്ടുള്ള അവസരങ്ങൾ കൂടുകയാണ്. അവർക്കത് നിയമപരമായിട്ട് തന്നെ അവരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുന്ന സ്പേസിലേക്ക് കൂടുതൽ ആളുകൾ വരാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട്. സോ അത് തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ്. ഇനി ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടെക്നോളജി, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ആ ഒരു ക്രിപ്റ്റോ കറൻസി എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും മറികടക്കാനായിട്ട് ഒരു കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലാണ് ക്രിപ്റ്റോ കറൻസി കൊണ്ടുവന്നിട്ടുള്ളത്. ബിറ്റ് കോയിൻ വന്നിട്ടുള്ളത് തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റങ്ങളിൽ നിന്ന് മാറി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിലുള്ള റെഗുലേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഈ ഒരു ക്രിപ്റ്റോ കറൻസി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ക്രിപ്റ്റോ റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഒരു ബാഡ് ന്യൂസ് ആണ്, അതേസമയം ഒരു ഗുഡ് ന്യൂസുമാണ്. അടുത്തതായിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, സ്പെയിൻ സെൻട്രൽ ബാങ്ക് അപ്രൂവ്സ് ദ ഫസ്റ്റ് ക്രിപ്റ്റോ സർവീസ് പ്രൊവൈഡർ ഇൻ കൺട്രി. സ്പെയിനിലെ ഏറ്റവും ആദ്യത്തെ ഒരു ക്രിപ്റ്റോ സർവീസ് പ്രൊവൈഡർക്ക് ഒരു അപ്രൂവ് കൊടുത്തിരിക്കുകയാണ് സ്പെയിനിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, പ്രസിഡന്റ് ബൈഡൻ ടു ഇഷ്യൂ എക്സിക്യൂട്ട് ഓർഡർ ഓൺ ബിറ്റ് കോയിൻ ആൻഡ് ക്രിപ്റ്റോ റെഗുലേഷൻസ് നെക്സ്റ്റ് വീക്ക്. അവിടെയും റെഗുലേഷൻ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഗുഡ് ന്യൂസുമാണ്, അതേസമയം ബാഡ് ന്യൂസുമാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ക്രിപ്റ്റോ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് ആണ്. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇത് ന്യൂട്രൽ ആയിരുന്നു. ഈ ഒരു ക്രിപ്റ്റോ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് അത് ഒരു 30% ഫിയറിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇന്നലെ നമുക്കറിയാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 2-3 ക്യാൻഡിൽസ് 4 hour ടൈം ഫ്രെയിമിൽ ഫോം ആയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൽ ആ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനിക് ആയില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ 4 hour ടൈം ഫ്രെയിമിലുള്ള ഒരു USDT പെയറുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് അനാലിസിസ് വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ഒരു 40Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ന് ഈ നിമിഷം വരെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോയിട്ടുള്ളത്. ഈ ഒരു 40K എന്ന് പറയുന്ന സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു 45K എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് തിരിച്ച് ഈ ഒരു 40K ടെസ്റ്റ് ചെയ്യാനായിട്ട് പ്രൈസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രൈസ് വന്നിട്ടുണ്ട്. ഈ 42Kയിൽ നിന്ന് ചെറിയ രീതിയിൽ മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും വേഗത്തിൽ തന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഒരു 3 സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. ഈ 3 ഇത്രയും ഗംഭീരമായിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഫിയർ ആയില്ലെങ്കിലേ അത് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൃത്യമായിട്ട് 40K എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏതൊക്കെ രീതിയിലാണ് ബിറ്റ് കോയിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ,
നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് തിരിച്ച് ഈ ഒരു 45Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എപ്പോഴാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുള്ളിഷ് സൈൻ നമുക്കിവിടെ കിട്ടണം. ഇവിടെ ഈ ഒരു 41K എന്ന് പറയുന്ന പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു 4 hour ടൈം ഫ്രെയിമിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 45Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇവിടെ നിന്ന് 45K ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 45K ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് മുകളിലേക്ക് പ്രതീക്ഷിക്കാം. ശേഷം ഈ ഒരു 45Kയിലേക്ക് തന്നെ പ്രൈസ് തീർച്ചയായിട്ടും തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ തിരിച്ച് വന്ന് ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഈ ഒരു 40K ബ്രേക്ക് ഔട്ടായി 45Kയിൽ പോയി തിരിച്ച് 40Kയിലേക്ക് വന്ന പോലെ തന്നെ ഈ ഒരു 45K ബ്രേക്ക് ഔട്ടായി തിരിച്ച് 45Kയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു 52Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 40K എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു സപ്പോർട്ട് ഏരിയ ആണ്. തൊട്ട് മുൻപുള്ള ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്ക് ഔട്ടായി താഴേക്ക് വന്നു. ദെൻ അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. പിന്നീട് അതിപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സപ്പോർട്ട് ഏരിയ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ 2 ഷോൾഡേഴ്സ് ഇവിടെ ഫോം ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹെഡും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ്. ആ രീതിയിലാണ് ഈ ഒരു പാറ്റേൺ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 40Kയിൽ നിന്ന് നല്ല സപ്പോർട്ട് എടുത്തുകൊണ്ട് തിരിച്ച് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും മുകളിലേക്കുള്ള സാധ്യതകൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. മാർക്കറ്റ് ആകുമ്പോൾ മുകളിലേക്കും താഴേക്കും മൂവ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 40K എന്ന് പറയുന്ന സപ്പോർട്ട് ഏരിയ ഇനി പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു 38K എന്ന് പറയുന്ന പ്രൈസിലൊക്കെ ഒരു 4 hour ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് തിരിച്ച് താഴേക്ക് 33 അല്ലെങ്കിൽ ഒരു 30Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ആയിരിക്കും. 33 to 30K എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അടുത്ത ഒരു സപ്പോർട്ട് ഏരിയ വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. സോ അവിടേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതായിരിക്കും. നിലവിൽ നമുക്ക് 30Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തൽക്കാലത്തേക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു 40Kയിൽ നിന്ന് താഴേക്ക് റിജക്ഷൻ ഒന്നും നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. സോ നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല RSI നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ RSI ഇവിടെ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.